PV അൻവർ വിഷയത്തിൽ അടിമകളായ സഖാക്കൾക്കൊന്നും ഒന്നും പറയാനില്ലേ? നിങ്ങൾ അൻവറിനൊപ്പമാണോ അതോ അൻവർ എതിർക്കുന്ന പാർട്ടിക്കൊപ്പമാണോ? ഈ സൈബർ സഖാക്കളൊക്കെ ഓടി ഒളിച്ചോ? ഇവർക്കൊന്നും പറയാനില്ല. ഞാൻ ഈ പറയാൻ പോകുന്നതിൽ ഒരു പക്ഷെ ഇത് എന്റെ അഭിപ്രായം മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം. അതല്ല, ഇന്നും ആ പാർട്ടിയിൽ വിശ്വസിച്ച് ആ പാർട്ടിയോട് കൂറുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുകയും ചെയ്യാം. ആദ്യം തന്നെ PV അൻവർ വിഷയത്തിലേക്ക് ഒരാഴ്ചയായിട്ട് കേരളം ഇങ്ങനെ നിന്ന് കത്തുകയാണ്. ആദ്യം അൻവർ ഉന്നയിച്ച എല്ലാ വിഷയവും, എവിടം തൊട്ട് അൻവർ ആദ്യം തൊട്ട് ഇതുവരെ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ഒരു സംശയമില്ല, അതെല്ലാം ശരി തന്നെയാണ്. അൻവർ ശരിയാണ്. അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും, DGPയെ മാറ്റാൻ പറയുന്നത്, അന്വേഷണത്തിന് ഓരോ കാര്യങ്ങളും അൻവർ ഉന്നയിച്ചത് ശരിയാണ്. കാരണം അദ്ദേഹം ഒരു MLA എന്നപ്പുറത്തേക്ക് ഒരുപാട് തെളിവുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും 37 മിനിറ്റ് സമയം അൻവറുമായി സംസാരിച്ചിട്ട് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി അൻവറിന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അൻവറെ, ഇതൊക്കെ അന്വേഷിക്കാം, ഉറപ്പായിട്ടും അന്വേഷിക്കാമെന്ന്. അവിടം വരെ അൻവർ പറഞ്ഞത് 100% ശരിയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറത്തെ തീവ്രവാദമാക്കുന്ന ആ കാര്യങ്ങളിലേക്ക് കൂടെ വരുന്നതിന് മുമ്പ് അൻവർ അവിടം വരെ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിലോ എന്റെ പാർട്ടിയിലോ മറ്റേത് പാർട്ടിയിലായാലും ഒരു MLA ആയി, ഒരു സാധാരണ മെമ്പറായി, ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിരിക്കുമ്പോൾ ആ പാർട്ടിക്ക് ഒരു ഘടനയുണ്ടാവും, അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അതിനൊരു ഘടനയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എടുത്ത് ഒരുപാട് ആളുകളുടെ വീഡിയോ കണ്ട് അതിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീഡിയോ, അതിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഒരുപാട് കാലം ചെങ്കൊടി വിളിച്ച് ആകാശത്തേക്ക് മുഷ്ടി ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചത്? 33 കൊല്ലം ആര്യാടന്മാര് ഭരിച്ചു മുടിച്ച ആ നിലമ്പൂരില്, നിങ്ങളുടെ ആ നിലമ്പൂരില് ആണായിട്ട്, ആർക്ക് ശേഷം, കുഞ്ഞാലിക്ക് ശേഷം ആണായിട്ട് ഒരു സഖാവിനെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ആദ്യം തന്നെ അത് പറയാൻ കാണിച്ച മനസ്സിന് സല്യൂട്ട്. 2, 8 കൊല്ലമായി MLA ആയിട്ട്, ആ 8 കൊല്ലമായിട്ടും ഈ ആണായിട്ട് നടുന്തൂണുള്ള ഇതേ അൻവർ അവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും നിങ്ങൾ ഇത്ര ശൗര്യത്തോടെ ഒരിക്കലെങ്കിലും ഈ സഖാവ് അൻവറിനെ കുറിച്ച്, അൻവർ ചെയ്തൊരു പ്രവർത്തനങ്ങൾ വെച്ച് പറയായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാക്കും. അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് വിശ്വസിക്കുന്ന അനേകായിരം സഖാക്കളിൽ ഒരാളാണ് ഞാൻ. നമ്മുടെ UDFന്റെ ഭരണത്തിൽ നിന്ന് ഭരണം തിരിച്ചു പിടിച്ച് അന്ന് പിണറായി സർക്കാർ അധികാരത്തിലേറി 5 വർഷം പ്രതിപക്ഷം പോലും നോക്കുകുത്തിയായി ഭരിച്ച 5 വർഷത്തെ സർക്കാരല്ല ഇന്ന്. ഒരുപാട് തെറ്റുകൾ മാറ്റണം പാർട്ടി. കഴിഞ്ഞ 5 വർഷം ഭരിച്ച ആ ഒരു കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത എല്ലാ ചരിത്രങ്ങളും മാറ്റിക്കുറിച്ച്